നന്ദി കർത്താവേ. ഹല്ലേലൂയ. പ്രൈസ് യു ജീസസ്. ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട് ഇന്ന് പകലിലും ദൈവമായ കർത്താവ് നമ്മെ ജയത്തോടെ അത്ഭുതകരമായി അതിശയകരമായി നടത്തിയ ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായി. കരുണയുള്ള ദൈവം ഈ പകലിലും നമ്മെ കരം പിടിച്ചു നടത്തിയ വിധങ്ങളെ ഓർത്ത് സന്തോഷമുള്ളവർ അതിരങ്ങളെ തുറന്ന് നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടും. ഹല്ലേലൂയ. പകലിൻ്റെ മണിക്കൂറുകളിലും അദൃശ്യനായ ദൈവത്തിൻ്റെ സാന്നിധ്യം താങ്ങായി തണലായി നമ്മോട് കൂടെ ഇരുന്ന് ജയത്തോടെ നടത്തിയ കർത്താവിനെ ഇന്ന് രാത്രിയിലും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ഒരുമിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ. സ്തുതികളിൽ വസിക്കുന്ന സർവശക്തനായ ദൈവം ഇന്ന് രാത്രി മുഴുവൻ സാന്നിധ്യവുമായി നമ്മുടെ നടുവിൽ ആഗതനായിട്ടുണ്ട്. എത്ര പേർ ആ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നുണ്ട്? ഹല്ലേലൂയ. കാല് കല്ലിൽ തട്ടാതെ കാലിനെ വീഴ്ചയിൽ നിന്ന്, കണ്ണിനെ കണ്ണുനീരിൽ നിന്ന്, പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിച്ചവനായ കർത്താവിനെ ഇരു കരങ്ങളിൽ ചേർത്തടിച്ച് നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ട. ഹല്ലേലൂയ. ഭാരങ്ങളുടെ നടുവിൽ, വേദനകളുടെ നടുവിൽ, പ്രതികൂലത്തിന്റെ നടുവിൽ കരം പിടിച്ചു നടത്തുന്ന കർത്താവിനെ ഇന്ന് രാത്രിയിലും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഹല്ലേലൂയ. മരിച്ചവരും മൗനതയിലായിരിക്കുന്ന ആരും യഹോവയെ സ്തുതിക്കാതിരിക്കുമ്പോൾ ഇന്ന് രാത്രി ജീവനുള്ള ദൈവത്തെ നന്ദിയോടെ ആരാധിക്കുവാൻ, നന്ദിയോടെ സ്തുതിക്കുവാൻ, നന്ദിയോടെ മഹത്വപ്പെടുത്തുവാൻ കൃപ ലഭിച്ച ദൈവജനം ഹല്ലേലൂയ. ആദരങ്ങളെ തുറന്ന് നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടം. ഹല്ലേലൂയ. ഹല്ലേലൂയ. സമയഭേദം കൂടാതെ കർത്തൃപാദപീഠത്തിലേക്ക് അടുത്തു വരുവാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം ജീവിതത്തിൽ ഒരുക്കിയ മകൾ ഭാഗ്യത്തിനായി ഒരിക്കൽ കൂടെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ആ കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ട. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് യു ജീസസ്. ഹല്ലേലൂയ. സ്നേഹതീരം പ്രയർ ഫാമിലി ബ്ലെസ്സിംഗ് ടുഡേ നൈറ്റ് 43-ാമത്തെ രാത്രിയിൽ വീണ്ടും പ്രാർത്ഥനയിൽ കൂടി വരുവാൻ ദൈവമൊരുക്കിയ മകൾ ഭാഗ്യത്തിനായി ഒരിക്കൽ കൂടെ നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. 20/8/2026 വ്യാഴാഴ്ച രാത്രി 9:30 ആരംഭിക്കേണ്ട ഈ മീറ്റിംഗ് ഏതാണ്ട് 1 മണിക്കൂർ പിന്നിട്ടു. ആമേൻ. ഇന്ന് പകൽ ഒരു കർത്തൃദാസനോടൊപ്പം ചില കാര്യങ്ങൾക്കായി ആമേൻ പോയതുകൊണ്ട് ആമേൻ മടങ്ങി വന്ന് ആമേൻ ലൈവിൽ കൂടി വരുവാൻ അല്പം ആമേൻ വൈകി. എങ്കിലും ഇന്ന് രാത്രി കടന്നു വരുന്നവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഇന്നത്തെ സന്ദേശം പ്രാർത്ഥന ജീവിതത്തിൻ്റെ ശ്വാസമാകുമ്പോൾ. ഹല്ലേലൂയ. ആമേൻ. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 5-ാം അധ്യായം 17-ാം വാക്യത്തിൽ വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ആമേൻ. ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, പലപ്പോഴും നമുക്ക് വേണ്ടും പോലെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിപ്പാൻ കഴിയാതാകുന്നു, അല്ലേ? എന്നാൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്നേഹമുള്ള ദൈവമക്കളെ, സ്നേഹതീരം പ്രയർ ഫാമിലിയുടെ ബ്ലെസ്സിംഗ് ടുഡേ നൈറ്റ് 43-ാമത്തെ രാത്രിയിലേക്ക് ആമേൻ ഇരുന്നവനും ഇരിക്കുന്നവനും ആദ്യനും അന്ത്യനും അൽഫയും ഒമേഗയും വീണ്ടും വരുന്നവനുമായ നിസ്തുലനായ യേശു കർത്താവിൻ്റെ നാമത്തിൽ ഈ കൂട്ടായ്മയിലേക്ക് സ്വദേശത്ത് വിദേശത്ത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ലോകത്തിൻ്റെ ആമേൻ നാനാഭാഗങ്ങളിൽ ആമേൻ ഇരുന്നു കൊണ്ട് ഈ കൂട്ടായ്മയിൽ ഇന്ന് രാത്രിയിലും പങ്കാളികളാകുകയും വരും ദിനങ്ങളിൽ ഈ സന്ദേശം കേൾക്കുകയും ആമേൻ ഇത് അനേകർക്ക് അനുഗ്രഹപ്രദമായി തീരത്തക്ക നിലയിൽ ഷെയർ ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ക്രിസ്തീയ വന്ദനം ചൊല്ലുന്നതോടൊപ്പം
ഇന്ന് രാത്രിയിലെ ഈ കൂട്ടായ്മയിലേക്ക് എല്ലാവരെയും ആമേൻ വീണ്ടും വരുന്നവനുമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ സ്വാഗതം ചെയ്യുന്നു. ആമേൻ. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് സാധാരണ ഒരു വിഷയത്തെക്കുറിച്ചല്ല. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ ശ്വാസത്തെക്കുറിച്ചാണ്. ഹല്ലേലൂയ. നമ്മളെല്ലാവരും ആമേൻ ശ്വാസം ആമേൻ എടുക്കുന്നവരല്ലേ. അകത്തോട്ട് എടുക്കുന്ന ശ്വാസം പുറത്തോട്ട് വിടുവാൻ പറ്റാത്ത ഒരു സാഹചര്യം നമുക്ക് ആർക്കെങ്കിലും ഉണ്ടായാൽ ഉടൻ ആമേൻ ഒരു നിലവിളി ഉണ്ടാകും, അയ്യോ എൻ്റെ പ്രിയപ്പെട്ടവര് പോയേ അല്ലേ. ഹല്ലേലൂയ. ഇന്ന് രാത്രി നമ്മുടെ ജീവിതത്തിൻ്റെ ശ്വാസത്തെക്കുറിച്ചാണ് ആമേൻ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ശ്വാസം നിലച്ചാൽ ശരീരം ജീവിക്കില്ല. അതുപോലെ പ്രാർത്ഥന നിലച്ചാൽ ആത്മീയ ജീവിതം ക്ഷയിച്ചു തുടങ്ങും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഇന്ന് ദൈവം നമ്മോട് ചോദിക്കുന്നത്, നീ എത്ര സമയം പ്രാർത്ഥിക്കുന്നു എന്നല്ല. പ്രൈസ് ദി ലോർഡ്. പകരം പ്രാർത്ഥന നിന്റെ ജീവിതത്തിന്റെ ഭാഗമാണോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അതോ നിന്റെ ജീവിതം തന്നെയോ? ഒരു പക്ഷേ ഇന്ന് ആരെങ്കിലും ആമേൻ ഇവിടെ ഇരിക്കുന്നുണ്ടാകും, ആമേൻ ഒരിക്കൽ ഒരുപാട് പ്രാർത്ഥിച്ചിരുന്നു അല്ലേ. അങ്ങനെ ഒരു ജീവിതം ആമേൻ നമുക്കുണ്ടായിരുന്നു. ഹല്ലേലൂയ. അങ്ങനെയുള്ളവർ ഇന്ന് രാത്രി ഈ സന്ദേശം ശ്രവിക്കുന്നുണ്ടാകാം. പക്ഷെ ഇപ്പോൾ പ്രാർത്ഥിക്കാൻ മനസ്സ് വരുന്നില്ല. ഹല്ലേലൂയ. ചിലർക്ക് ആമേൻ ഈ കൂട്ടായ്മയിൽ ആമേൻ അതേ പങ്കാളികളാകുന്നവർക്ക് ആമേൻ സമയം പോയത് കൊണ്ട് ആമേൻ ഇന്ന് രാത്രി ഈ കൂട്ടായ്മയിൽ ആമേൻ പങ്കാളികളാകുവാൻ താല്പര്യമില്ലായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ ഇപ്പോൾ പ്രാർത്ഥിക്കാൻ മനസ്സ് വരുന്നില്ലായിരിക്കാം, വാക്കുകൾ കിട്ടുന്നില്ലായിരിക്കാം, ഭാരം കൂടുതലായിരിക്കാം, പ്രശ്നങ്ങൾ കൂടുതലായിരിക്കാം. ആമേൻ. കാരണം ഇന്നലകളിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് മറുപടി ആമേൻ വൈകി. ഹല്ലേലൂയ. പ്രാർത്ഥനയ്ക്ക് ആമേൻ മറുപടി ആമേൻ കാണുവാൻ കഴിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അതേ കാരണം നമ്മുടെ ശക്തി ഹല്ലേലൂയ തീരുന്നെടുത്ത ദൈവത്തിന്റെ കൃപ ആമേൻ വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയാകും. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുവാൻ ശക്തിയില്ലായപ്പോൾ ആമേൻ പ്രാർത്ഥനയിലേക്ക് വരിക. പ്രാർത്ഥനയിൽ മടുപ്പിക്കുന്ന കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ ഉയർന്നു പൊങ്ങുമ്പോഴും ആമേൻ നീ പ്രാർത്ഥനയിലേക്ക് വരിക. കാരണം നമ്മുടെ ആമേൻ ശക്തി തീരുന്നെടുത്ത് ദൈവത്തിന്റെ കൃപ തുടങ്ങുന്നു. ഹല്ലേലൂയ. നീ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ആരും അറിയാതെ രാത്രിയിൽ ദൈവത്തോട് സംസാരിച്ചിട്ടുണ്ടോ? ആമേൻ. വാക്കുകളില്ലാതെ കണ്ണുനീരോടെ കർത്താവിന്റെ മുമ്പിൽ ഇരുന്നിട്ടുണ്ടോ? പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ദൈവം ആ കണ്ണുനീർ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ആമേൻ. നിന്റെ മൗന പ്രാർത്ഥന ദൈവം കേട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ആമേൻ. നിന്റെ ഹൃദയത്തിന്റെ നിലവിളി ദൈവം അറിയുന്നു. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. സങ്കീർത്തനം 37:14 ഇങ്ങനെയാണ് വായിക്കുന്നത്. ആമേൻ. നീതിമാന്മാർ നിലവിളിക്കുമ്പോൾ യഹോവ കേൾക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. വായിച്ചാട്ട് 34 സങ്കീർത്തനം ആമേൻ 17 വാക്യം. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി പ്രാർത്ഥന ഉപേക്ഷിക്കരുത്. ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുന്നത് നിർത്തരുത്. ഹല്ലേലൂയ. വായിച്ചാട്ട്. നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും. ആമേൻ. ഹല്ലേലൂയ. അതെ, നീതിമാന്മാർ നിലവിളിക്കുമ്പോൾ യഹോവ കേൾക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയരെ ഇന്ന് രാത്രി പ്രാർത്ഥന അവൻ ഉപേക്ഷിക്കരുത്. ആമേൻ. മുട്ടുകുത്തുന്നത് നിർത്തരുത്. ഹല്ലേലൂയ. കർത്താവിനെ വിളിക്കുന്നത് നിർത്തരുത്. കാരണം നീ പ്രാർത്ഥിക്കുന്നിടത്ത് ദൈവം പ്രവർത്തിക്കുവാൻ തുടങ്ങുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്ര പേർക്ക് വിശ്വാസമുണ്ട് നീ മുഴങ്കാൽ മടക്കി
പ്രാർത്ഥിക്കുവാൻ തുടങ്ങുമ്പോൾ, നീ പ്രാർത്ഥിച്ചു തുടങ്ങുന്ന സമയത്ത് നിനക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം അതേ പ്രവർത്തിക്കുവാൻ തുടങ്ങുന്നു. ഹല്ലേലൂയ. ഇന്ന് നമുക്ക് ആമേൻ കർത്താവിന്റെ സന്നിധിയിൽ നമ്മുടെ ഹൃദയത്തെ തുറക്കാം. ഹല്ലേലൂയ. വാക്കുകൾ മനോഹരമാകണമെന്നില്ല. ആമേൻ പ്രാർത്ഥന ആമേൻ വലിയതാകണമെന്നില്ല. ആമേൻ അതേ ഹൃദയം ഹല്ലേലൂയ ആമേൻ സത്യസന്ധമായിരിക്കട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ പറയാം, യേശുവേ വീണ്ടും എന്നെ പ്രാർത്ഥിക്കുന്ന മനുഷ്യനാക്കണമേ, എന്നെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണമേ, എൻ്റെ വീട്ടിൽ വീണ്ടും പ്രാർത്ഥന ഉയരണമേ, എൻ്റെ മക്കൾ പ്രാർത്ഥിക്കാൻ പഠിക്കട്ടെ, എൻ്റെ തലമുറ മുട്ടുകുത്തി ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുന്ന തലമുറകളായി എഴുന്നേൽക്കട്ടെ. ഇന്ന് രാത്രി നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിലേക്ക് അടുത്ത് ചെല്ലാം. കാരണം പ്രാർത്ഥനയാണ് എൻ ശ്വാസം. ഹല്ലേലൂയ. യേശുവേ, നിൻ സന്നിധിയിൽ എൻ ഹൃദയം തുറക്കുന്നു. ഹല്ലേലൂയ. പ്രിയരെ, വാക്കുകളില്ലാത്ത നേരത്തും ആമേൻ എൻ്റെ കണ്ണുനീർ സംസാരിക്കും. ഹല്ലേലൂയ. പകലിലും ഞാൻ വിളിക്കും, രാത്രിയിലും ഞാൻ തേടും. എൻ ശ്വാസം നിലനിൽക്കുന്നോളം നിൻ നാമം ഞാൻ വിളിക്കും. ഹല്ലേലൂയ. വഴി കാണാത്ത നേരത്തിലും മുട്ടുകുത്തി ഞാൻ നിൽക്കും. ഹല്ലേലൂയ. വാതിലടഞ്ഞാലും യേശുവേ നിൻ വാതിൽ ഞാൻ തേടും. പ്രൈസ് ദി ലോർഡ്. എൻ വീടിനെ പ്രാർത്ഥനയാലയമാക്കണമേ. എൻ കുടുംബം നിന്നെ തേടട്ടെ. എൻ മക്കൾ നിൻ വചനത്തിൽ മുട്ടുകുത്തി വളരട്ടെ. എൻ കണ്ണുനീർ പ്രാർത്ഥനയാകട്ടെ. എൻ വേദന സ്തുതിയാകട്ടെ. എൻ ജീവിതത്തിലെ ഓരോ നിമിഷവും നിൻ സന്നിധിയിൽ സമർപ്പിക്കട്ടെ. ഹല്ലേലൂയ. ഒരു തലമുറ മുട്ടുകുത്തട്ടെ, ഒരു തലമുറ യേശുവിനെ തേടട്ടെ. പ്രാർത്ഥനയുടെ തീ ജ്വലിച്ച് ലോകത്തിനൊരു വെളിച്ചമാകട്ടെ. പ്രാർത്ഥനയാണ് ശ്വാസം, യേശുവാണ് ജീവൻ. പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നടക്കും. നിൻ സന്നിധിയിൽ ഞാൻ ജീവിക്കും. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഈ തീരുമാനമെടുക്കുന്നവർ പ്രാർത്ഥനയോടെ എന്നോടൊപ്പം ചേർന്ന് പാടി കർത്താവിനെ സ്തുതിച്ചാലും. ഹല്ലേലൂയ. ഓ താങ്ക് യു ജീസസ്. നന്ദി കർത്താവേ. ഹല്ലേലൂയ. ഓ ശരഗബബബ ശംധരഗദനഗസ്. ഓ ശാൽകാ പാപാ പാപാ റീകാ മനഗ സംധേ റികാദഗസി. ഹല്ലേലൂയ. 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 യേശുവേ, നിൻ സന്നിധിയിൽ എൻ ഹൃദയം തുറക്കുന്നു. വാക്കുകളില്ലാത്ത നേരത്തും എൻ കണ്ണുനീർ സംസാരിക്കും. പകലിലും ഞാൻ വിളിക്കും, രാത്രിയിലും ഞാൻ തേടും. എൻ ശ്വാസം നിലനിൽക്കുന്നോളം നിൻ നാമം ഞാൻ വിളിക്കും. വഴി കാണാത്ത നേരത്തിലും മുട്ടുകുത്തി ഞാൻ നിൽക്കും. വാതിലടഞ്ഞാലും യേശുവേ നിൻ വാതിൽ ഞാൻ തേടും. എൻ വീടിനെ പ്രാർത്ഥനാലയമാക്കണമേ. എൻ കുടുംബം നിന്നെ തേടട്ടെ. എൻ മക്കൾ നിന്നെ തേടട്ടെ. മുട്ടുകുത്തി വളരട്ടെ. എൻ കണ്ണുനീർ പ്രാർത്ഥനയാകട്ടെ.
എൻ വേദന സ്തുതിയാകട്ടെ. എൻ ജീവിതത്തിലെ ഓരോ നിമിഷവും നിൻ സന്നിധിയിൽ സമർപ്പിക്കട്ടെ. ഒരു തലമുറ മുട്ടുകുത്തട്ടെ, ഒരു തലമുറ യേശുവിനെ തേടട്ടെ. ഓർത്തനയുടെ തീയിൽ ജ്വലിച്ച് ലോകത്തിനൊരു വെളിച്ചമാകട്ടെ. പ്രാർത്ഥനയാണ് എൻ ശ്വാസം, യേശുവാണ് എൻ ജീവൻ. പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നടക്കും, നിൻ സന്നിധിയിൽ ഞാൻ ജീവിക്കും. Hallelujah. Glory to God. Amen. Jesus. Hallelujah. Oh, Shabbat. Amen. Hallelujah. ഇന്ന് രാത്രി എത്ര പേർ ആമേൻ ഈ ഗാനം ശ്രവിച്ചപ്പോൾ തീരുമാനമെടുത്തു? എത്ര പേർക്ക് പറയുവാൻ കഴിയും, ആമേൻ, എൻ മക്കൾ നിൻ വചനത്തിൽ മുട്ടുകുത്തി വളരട്ടെ, എൻ കണ്ണുനീർ പ്രാർത്ഥനയാകട്ടെ, എൻ വേദന സ്തുതിയാകട്ടെ, എൻ ജീവിതത്തിലെ ഓരോ നിമിഷവും നിൻ സന്നിധിയിൽ സമർപ്പിക്കട്ടെ. ഇന്ന് രാത്രി സമർപ്പിക്കപ്പെടുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. എൻ ജീവിതത്തിലെ ഓരോ നിമിഷവും നിൻ സന്നിധിയിൽ സമർപ്പിക്കട്ടെ. ഹല്ലേലൂയ. ഒരു തലമുറ മുട്ടുകുത്തട്ടെ, ഒരു തലമുറ യേശുവിനെ തേടട്ടെ. പ്രാർത്ഥനയുടെ തീയിൽ ജ്വലിച്ച ലോകത്തിനൊരു വെളിച്ചമാകട്ടെ. കാരണം പ്രാർത്ഥനയാണ് ജീവൻ, പ്രാർത്ഥനയാണ് ശ്വാസം. പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നടക്കും. ഹല്ലേലൂയ. നിൻ സന്നിധിയിൽ ഞാൻ ജീവിക്കാം. ഹല്ലേലൂയ. കരമടിച്ച കർത്താവിനെ നന്ദിയോടെ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത തിരുവചനം ഇന്ന് രാത്രിയിലും ഈ സോഷ്യൽ മീഡിയയിലൂടെ സ്നേഹതീരം പ്രയർ ഫാമിലിയുടെ ഫേസ്ബുക്ക് പേജിലൂടെ ലോകത്തിൻ്റെ അറ്റത്തോളം എത്തിക്കുവാൻ വിശ്വസ്തനെന്ന് എണ്ണി എന്നെയും കുടുംബത്തെയും സ്നേഹതീരം പ്രയർ ഫാമിലിയിലെ എല്ലാ മെമ്പേഴ്സിനെയും നിർത്തിയിരിക്കുന്നതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. സകല മഹത്വവും മാനവും പുകഴ്ചയും കർത്താവിന് അർപ്പിച്ചുകൊണ്ട് ഇന്ന് രാത്രി ദൈവം നൽകിയ ചിന്ത പങ്കിട്ട് ആമേൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിപ്പാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥന ഒരു ശീലം മാത്രമല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പലരും പ്രാർത്ഥന ശീലമുള്ളവരാ, അല്ലേ? സ്തോത്രം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥിക്കും, ആമേൻ. രാത്രി കിടക്കാൻ പോകുമ്പോൾ പ്രാർത്ഥിക്കും, ആമേൻ. ഭക്ഷണം കഴിക്കുമ്പോൾ പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെ കാലത്തും ഉച്ചയ്ക്കും വൈകുന്നേരത്തും ഹല്ലേലൂയ പ്രാർത്ഥന ഒരു ശീലമാക്കിയവരുണ്ട്. ഹല്ലേലൂയ. അവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. വെള്ളിയാഴ്ച ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നത് ശീലമാക്കിയവരുണ്ട്.
ചൊവ്വാഴ്ച ആമേൻ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നത് ശീലമാക്കുന്നവരുണ്ട്. ഞായറാഴ്ച ആമേൻ അതെ രാവിലെ ആമേൻ ഉപവാസത്തോടെ പോയി ആരാധിക്കുന്നത് ശീലമാക്കുന്നവരുണ്ട്. എന്നാൽ ഇന്ന് രാത്രി ആമേൻ പ്രാർത്ഥന ഒരു ശീലം മാത്രമല്ല. പ്രൈസ് ദി ലോർഡ്. പിന്നെ എന്താ? തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം ആമേൻ 5-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം വായിച്ച് ആരംഭിക്കട്ടെ. ഹല്ലേലൂയ. ആമേൻ. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 17-ാം വാക്യം എല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ്. വായിച്ചാൽ ശബ്ദമുയർത്തി ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ. ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ. ഹല്ലേലൂയ. ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ. സ്വന്തം രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം, ചൊവ്വാഴ്ച, വെള്ളിയാഴ്ച, ഞായറാഴ്ച ആമേൻ ശീലമാക്കിയവരുണ്ട്. എന്നാൽ വചനം പറയുന്നു ആമേൻ ആ ശീലം പോരാ. ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ. ഇവിടെ പൗലോസ് അവൻ ദൈവസഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്നത് ദിവസം മുഴുവൻ മുട്ടുകുത്തി ഇരിക്കണമെന്നല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിന്നെന്താണ് ആമേൻ പറയുന്നത്? പ്രിയരെ, ദൈവവുമായുള്ള ബന്ധം ഒരിക്കലും വിച്ഛേദിക്കരുത്. പ്രൈസ് ദി ലോർഡ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ യേശുവേ ഇന്നത്തെ ദിവസം അങ്ങയുടെ കയ്യിൽ തരുന്നു. ഹല്ലേലൂയ. ജോലിക്ക് പോകുമ്പോൾ കർത്താവേ എന്നെ നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു പ്രശ്നം വന്നാൽ യേശുവേ എനിക്ക് വഴി കാണിക്കണമേ. ഹല്ലേലൂയ. ഒരനുഗ്രഹം ലഭിച്ചാൽ കർത്താവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഇതാണ് പ്രാർത്ഥന ജീവിതമാകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിശുദ്ധ വേദപുസ്തകത്തിൽ ആമേൻ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 10-ാം വാക്യത്തിൽ ഭക്തനായ ദാനിയേലിന്റെ പ്രാർത്ഥന നമുക്ക് കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ. അവിടെ ദാനിയേൽ ദിവസത്തിൽ 3 പ്രാവശ്യം മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ശ്രദ്ധിക്കണം, അവന്റെ ചുറ്റും അപകടമുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിയമം അവനെതിരായിരുന്നു. ഹല്ലേലൂയ. എങ്കിലും അവന്റെ പ്രാർത്ഥന അവൻ നിർത്തിയില്ല. പ്രൈസ് ദി ലോർഡ്. അവൻ പ്രാർത്ഥന ജീവിതത്തിൽ നിന്നും മാറിയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശ്രദ്ധിക്കണമേ, അവൻ രാജാവ് മാറിയാലും സാഹചര്യം മാറിയാലും ഭീഷണി വന്നാലും ആമേൻ ദാനിയേലിന്റെ മുട്ടുകൾ മാറിയില്ല. ഹല്ലേലൂയ. മനസ്സിലായവർ കരമുയർത്തി കർത്താവിനെ നന്ദിയോടെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. അവന് ചുറ്റും വലിയ സന്ധികൾ ഉണ്ടായിരുന്നു. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. നിയമം അവനെതിരെയായിരുന്നു. ഹല്ലേലൂയ. എങ്കിലും അവന്റെ പ്രാർത്ഥന അവൻ നിർത്തിയില്ല. ഹല്ലേലൂയ. രാജാവ് മാറിയാലും മാറിയില്ലെങ്കിലും, സാഹചര്യം മാറിയാലും മാറിയില്ലെങ്കിലും, ഭീഷണി വന്നാലും വന്നില്ലെങ്കിലും ദാനിയേലിന്റെ ആമേൻ പ്രാർത്ഥനാ റൂമിനകത്തുള്ള അവന്റെ മുഴങ്ങാൽ ഹല്ലേലൂയ മുടക്കുന്ന ആമേൻ ആമേൻ അവസ്ഥകൾ അവൻ മാറ്റിയില്ല. പ്രൈസ് ദി ലോർഡ്. പ്രിയരെ, ഇതാണ് ഇന്ന് നമ്മുടെ തലമുറകൾക്കും വേണ്ടത്. ഹല്ലേലൂയ. സാഹചര്യം നോക്കി പ്രാർത്ഥിക്കുന്ന തലമുറയല്ല, സാഹചര്യം എന്തായാലും പ്രാർത്ഥിക്കുന്ന ഒരു തലമുറ. ഇന്ന് രാത്രി അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു തലമുറ എഴുന്നേറ്റ് വരുവാൻ ഇടയാകട്ടെ. അങ്ങനെ പ്രാർത്ഥിക്കുന്നവർ, അങ്ങനെ വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി എന്നോട് ചേർന്ന് ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ.
അങ്ങനെ തീരുമാനമെടുക്കുന്നവർ ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക. ഹല്ലേലൂയ. ദാനിയേൽ എടുത്ത തീരുമാനത്തിൽ ദാനിയേൽ ഉറച്ചു നിന്നപ്പോഴാണ് ദാനിയേലിനോട് ചേർന്ന് ചിലർ ആമേൻ വരുവാൻ തക്കവണ്ണം ഇടയായത്. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുവിന്റെ ജീവിതത്തിലെ പ്രാർത്ഥന, ഹല്ലേലൂയ, ആമേൻ, നമുക്ക് തിരുവെഴുത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. യേശു തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ മാതൃക. ആമേൻ. പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ ആമേൻ. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 16-ാം വാക്യത്തിൽ ആമേൻ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ആമേൻ, അവൻ മരുഭൂമികളിൽ ചെന്ന്, ഹല്ലേലൂയ, അവനോട് ഇത് അവർ ആരോട് പറയരുത്. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 16-ാം വാക്യം. ഹല്ലേലൂയ. അവന് നിർജ്ജനദേശത്ത് വാങ്ങിപ്പോയി, അവൻ നിർജ്ജനദേശത്ത് വാങ്ങിപ്പോയി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഹല്ലേലൂയ. ആമേൻ. അവൻ മരുഭൂമികളിൽ ചെന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന യേശുവിനെ ആമേൻ തേടി, ആമേൻ, ആര്? ജനക്കൂട്ടം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ജനക്കൂട്ടം അവനെ തേടി. അത്ഭുതങ്ങൾ നടന്നു, ശുശ്രൂഷ വളർന്നു. എന്നിട്ടും യേശു ഏകാന്തത തേടി പ്രാർത്ഥിക്കുവാനായി തയ്യാറായി. പ്രൈസ് ദി ലോർഡ്. ഏകാന്തതയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ ആമേൻ സമയം കണ്ടെത്തി. ഹല്ലേലൂയ. പ്രിയരെ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. തിരക്കേറിയപ്പോൾ പ്രാർത്ഥന കുറയരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രാർത്ഥന കൂടുതൽ ശക്തപ്പെടണം. പ്രൈസ് ദി ലോർഡ്. അംഗീകാരം കൂടുമ്പോൾ മുഴങ്ങാൻ വണക്കുന്നത് കുറയരുത്, അത് കൂടണം. പ്രൈസ് ദി ലോർഡ്. ഉത്തരവാദിത്വം കൂടുമ്പോൾ, ഹല്ലേലൂയ, ആമേൻ, ദൈവാശ്രയം കൂടണം. ഇന്ന് രാത്രി ആമേൻ പരിശുദ്ധാത്മാവ് ചില ജീവിതങ്ങളോട് ഇടപെടുകയാണ്. യേശു പഠിപ്പിച്ച ഒരു രഹസ്യമുണ്ട്. എന്താ രഹസ്യമെന്നറിയാമോ? മത്തായി സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം. ആമേൻ. യേശു പറഞ്ഞു, ആമേൻ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കയറി വാതിലടച്ച് രഹസ്യത്തിൽ നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ജനങ്ങളിൽ ശ്രദ്ധിക്കാത്തൊരു മുറി. ആമേൻ. മത്തായി സുവിശേഷം 6-ാം അധ്യായം 6-ാം വാക്യം. ഹല്ലേലൂയ. അവൻ ജനങ്ങളിൽ അവൻ ശ്രദ്ധിക്കാത്ത, അവൻ ജനങ്ങൾ കാണാത്ത ഒരു മുറി. ഹല്ലേലൂയ. സ്തോത്രം. ആരും കൈയടിക്കാത്ത ഒരു സ്ഥലം. പ്രൈസ് ദി ലോർഡ്. ആരും പ്രശംസിക്കാത്ത ഒരു സമയം. ഹല്ലേലൂയ. അവിടെയാണ് പല വലിയ ശുശ്രൂഷകളും ജനിക്കുന്നത്. ഇന്ന് രാത്രി ആത്മാവിൽ ചില ജീവിതങ്ങളോട് ഞാൻ ദൂത് പറയുക. ആമേൻ. നിന്റെ പ്രാർത്ഥനാ റൂമിനകത്ത് രഹസ്യത്തിൽ കാണുന്ന പിതാവിനോട് ആമേൻ ഹല്ലേലൂയ മുഴങ്കാൽ മടക്കി ആമേൻ നീ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുമ്പോൾ ഹല്ലേലൂയ ആരും ആമേൻ അത് കാണാനുണ്ടാകത്തില്ല. ആരും കൈയടിച്ച് നിന്നെ പ്രോത്സാഹിപ്പ് ഇല്ലാത്തൊരു സ്ഥലം ആമേൻ കണ്ടെത്തി ഹല്ലേലൂയ നീ പ്രാർത്ഥിക്കുമ്പോൾ പ്രശംസിക്കാത്ത ആമേൻ ഒരു സമയം. ഹല്ലേലൂയ. ആരും കൈയടിക്കാത്തൊരു സമയം. ഹല്ലേലൂയ. അവിടെയാണ് പല ശുശ്രൂഷകളും ആമേൻ ജനിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. പൊതുവേദിയിലെ ശക്തിക്ക് പിന്നിൽ ഒരു രഹസ്യ പ്രാർത്ഥനയുടെ ജീവിതം വേണം. ഇന്ന് രാത്രി ശുശ്രൂഷകന്മാരോട് ഞാൻ പറയാം, അഭിഷക്തന്മാരോട് ഞാൻ പറയാം, തലമുറകളോട് ഞാൻ പറയാം, എന്റെ കൂടപ്പറപ്പിനോട് ഞാൻ പറയാം, ആമേൻ, പൊതുവേദിയിൽ ഹല്ലേലൂയ വെളിപ്പെടുന്ന ദൈവശക്തിയുടെ പിന്നിൽ ആമേൻ ഒരു രഹസ്യ പ്രാർത്ഥന വേണം. ഹല്ലേലൂയ. ആരും അറിയാതെ, ആരും കാണാതെ ആമേൻ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുന്ന ഒരു ജീവിതം നിനക്കുണ്ടോ? ആമേൻ. ഒരനുഭവം നിനക്കുണ്ടോ? ആമേൻ.
പ്രാർത്ഥനാ റൂമിനകത്തിറങ്ങി വന്ന് ആമേൻ നിന്നെ വേദികളിലേക്ക് ആമേൻ കൈപിടിച്ച് ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നിന്റെ പ്രാർത്ഥന ആമേൻ കാണുന്ന ആരും ഉണ്ടാകത്തില്ല, ഇന്ന് നിന്നെ ശ്രദ്ധിക്കുന്ന ആരും കാണത്തില്ല. പക്ഷെ നീയും നിന്റെ പിതാവുമായി സമയം ചെലവഴിച്ചാൽ ഹല്ലേലൂയ, ആരും കൈയടിക്കാത്ത ആ സ്ഥലത്ത്, ആരും പ്രശംസിക്കാത്ത ആമേൻ ഒരു സമയം, ഹല്ലേലൂയ, ആമേൻ ആരും കാണാത്ത ആ മുറി കാണുന്ന ഒരു ദൈവമുണ്ട്, കാണുന്ന ഒരു സ്വർഗമുണ്ട്. അവിടെയാണ് ആമേൻ പല വലിയ ആമേൻ ശുശ്രൂഷകൾ ജനിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചില ജീവിതങ്ങളുടെ മേൽ അസാധാരണമാകുന്ന ദൈവ സാന്നിധ്യം വെളിപ്പെടുത്തുന്ന രാത്രിയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചില ജീവിതങ്ങളെ തൊടുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലരുടെ ശുശ്രൂഷകൾ ജനിക്കുന്ന രാത്രിയാ. ആമേൻ പൊതുവേദിയിലെ ശക്തിക്ക് പിന്നിൽ ആമേൻ രഹസ്യ പ്രാർത്ഥനയുടെ ജീവിതം വേണം. പ്രാർത്ഥിക്കുന്ന ഒരു വീട്, മാറുന്ന ഒരു തലമുറ. ഹല്ലേലൂയ. നമ്മൾ ഇന്നൊരു വലിയ തീരുമാനമെടുക്കണം പ്രിയരെ. എന്റെ വീട് ഒരു പ്രാർത്ഥനാലയമാകും. മാതാപിതാക്കൾ പ്രാർത്ഥിക്കുമ്പോൾ മക്കൾ പഠിക്കും. മക്കൾ പ്രാർത്ഥിക്കുമ്പോൾ അടുത്ത തലമുറ ഉയരും. ഹല്ലേലൂയ. ഒരമ്മയുടെ പ്രാർത്ഥന, ഒരു അച്ഛന്റെ പ്രാർത്ഥന, ഒരു മകന്റെ പ്രാർത്ഥന, ഒരു മകളുടെ പ്രാർത്ഥന, ഹല്ലേലൂയ, ഇവ ചേർന്നാൽ ഒരു കുടുംബം മാറും. ഹല്ലേലൂയ. കുടുംബങ്ങൾ മാറിയാൽ സഭ മാറും. സഭ മാറിയാൽ സമൂഹം മാറും. ഹല്ലേലൂയ. ഒരു തലമുറ മുട്ടുകുത്തുമ്പോൾ ചരിത്രങ്ങൾ മാറും. തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു വ്യക്തിയുണ്ട്. ആമേൻ. ശൗമേലിന്റെ ആമേൻ 1-ാം പുസ്തകം, ആമേൻ 1-ാം അധ്യായം 1-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് ഹന്ന. കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. അവളുടെ വേദന മനുഷ്യർ മുഴുവനായി മനസ്സിലാക്കിയില്ല. പക്ഷേ അവൾ ദൈവത്തിന്റെ മുമ്പിൽ ഹൃദയം ആമേൻ തുറക്കുവാനിടയായി. അവൾ ദൈവസന്നിധി ഒഴുക്കിയ കണ്ണുനീർ. ഹല്ലേലൂയ. പരിശോധിച്ച അവളുടെ പ്രാർത്ഥനയിൽ നിന്ന് ഒരു മകൻ ജനിച്ചു. അവന്റെ പേരാണ് ശൗമേൽ. നമുക്കറിയാം ആ തലമുറ പിന്നീട് അടുത്ത തലമുറയെ സ്വാധീനിച്ച പ്രവാചകനാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി നിന്ദകളിലൂടെ, വേദനകളിലൂടെ, പ്രതിസന്ധിയിലൂടെ ഹന്നയെ പോലെ തീരുമാനമെടുത്ത് പ്രാർത്ഥിക്കുന്ന ജീവിതങ്ങളോട് ആത്മാവിൽ ഞാൻ പ്രവചിച്ച് പറയാം, അവൾ ഒഴുക്കിയ കണ്ണുനീർ, അവളുടെ പ്രാർത്ഥനയിൽ നിന്ന് ഒരു തലമുറ ജനിച്ചു, ഒരു തലമുറ എഴുന്നേറ്റു. ഇത് നമ്മോട് എന്താണ് പറയുന്നത്? ഒരമ്മയുടെ മുഴങ്കാൽ മടക്കിയുള്ള പ്രാർത്ഥന ഒരു തലമുറയുടെ ഭാവിയെ തിരിക്കുവാൻ തക്കവണ്ണം ഇടയായി. ഹല്ലേലൂയ. അതുകൊണ്ട് മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കൾക്കായി പ്രാർത്ഥിക്കുക. അവരുടെ ഭാവിക്കായി മാത്രമല്ല, അവരുടെ ആത്മാവിനായി പ്രാർത്ഥിക്കുക. അവർക്ക് ജോലി ലഭിക്കട്ടെ എന്ന് മാത്രമല്ല, അവർ യേശുവിനെ അറിയട്ടെ എന്ന് പ്രാർത്ഥിക്കുക.
അവർ ലോകത്തിൽ വിജയിക്കട്ടെ എന്ന് മാത്രമല്ല, അവർ ക്രിസ്തുവിൽ വേരൂന്നി വളരട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഇന്ന് രാത്രി യുവാക്കളായിരിക്കുന്നവരോട്, യുവതികളായിരിക്കുന്നവരോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടുകയാ. യുവാക്കളെ, യുവതികളെ, നിങ്ങളുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടാകാം, ആപ്പിൾ ഫോൺ ഉണ്ടാകാം, ഐഫോൺ ഉണ്ടാകാം, ടാബ് ഉണ്ടാകാം, ലാപ്ടോപ്പ് ഉണ്ടാകാം, നോട്ട്ബുക്ക് ഉണ്ടാകാം. നിങ്ങളുടെ മുന്നിൽ ലോകം മുഴുവൻ തുറന്നു കിടക്കാം. പക്ഷേ നിങ്ങളുടെ മുറിയിൽ ഒരു മുട്ടുകുത്തുന്ന സ്ഥലമുണ്ടാകട്ടെ. ലോകത്തിന്റെ ശബ്ദം കേൾക്കുന്നതിന് മുമ്പ് ദൈവത്തിന്റെ ശബ്ദം കേൾക്കുക. സോഷ്യൽ മീഡിയ തുറക്കുന്നതിന് മുമ്പ് ദൈവത്തിന്റെ വചനം തുറക്കുക. മനുഷ്യരുടെ അംഗീകാരം തേടുന്നതിന് മുമ്പ് ദൈവത്തിന്റെ സന്നിധി തേടുക. നിങ്ങളുടെ തലമുറയെ മാറ്റാൻ ദൈവം നിങ്ങളെ വിളിക്കുന്നു. നിങ്ങളിലൂടെ അടുത്തൊരു ജനറേഷൻ, നിങ്ങളിലൂടെ അടുത്തൊരു തലമുറ ആമേൻ ജനിക്കപ്പെടുവാൻ പോകുന്നതാ. ദൈവിക പദ്ധതിയുടെ ഭാഗമായി ജീവിക്കുന്ന ദൈവാത്മാവിന്റെ ആംഗിളിലൂടെ മൂവ് ചെയ്യപ്പെടുന്ന ഒരു തലമുറയെ ജനിപ്പിക്കുക. ഇന്ന് രാത്രി ദൈവം നിങ്ങളെ വിളിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി വിശ്വാസത്തോടെ ആമേൻ ഒരുമിച്ച് പ്രഖ്യാപിക്കാം, എന്റെ വീട് പ്രാർത്ഥനയുടെ വീടാണ്. എന്റെ മക്കൾ യേശുവിനെ അറിയും. എന്റെ തലമുറ വചനത്തിലേക്ക് മടങ്ങി വരും. ഹല്ലേലൂയ. യുവാക്കൾ, യുവതികൾ ദൈവസന്നിധിയിൽ മുഴങ്ങാൻ മടക്കി പ്രാർത്ഥിക്കുക. കുടുംബങ്ങളിൽ പ്രാർത്ഥന വീണ്ടും ഉയരും. സഭകളിൽ പ്രാർത്ഥനയുടെ തീ വീണ്ടും ജ്വലിക്കും. ഹല്ലേലൂയ. ഒരു തലമുറ ക്രിസ്തുവിനായി എഴുന്നേൽക്കും. ഇന്ന് രാത്രി എത്ര പേർ ആമേൻ എന്നോട് ചേർന്ന് അങ്ങനെ പ്രഖ്യാപിക്കും? നീ പറയുന്നത് സംഭവിക്കും. ഹല്ലേലൂയ. നിന്ന സഹിച്ച് ജീവിതം അവസാനിപ്പിച്ചേക്കാമെന്ന് ഹന്ന ആമേൻ പ്രഖ്യാപിച്ചില്ല. ഹന്ന പ്രഖ്യാപിച്ചു, ഈ നിന്ദയുടെ നടുവിൽ ആരും എന്നെ മനസ്സിലാക്കാതിരിക്കുന്ന ഈ സമയത്തും എന്നെ മനസ്സിലാക്കി, എന്റെ കണ്ണുനീരിനെ മനസ്സിലാക്കി, എന്റെ തീരുമാനത്തെ മനസ്സിലാക്കി, അടയപ്പെട്ട് കിടക്കുന്ന ഗർഭപാത്രത്തെ തുറന്ന് ഒരു തലമുറയെ കൊണ്ടുവരുവാൻ ഞാൻ സേവിക്കുന്ന, ഞാൻ ആരാധിക്കുന്ന, എന്റെ പ്രാർത്ഥന കേൾക്കുന്ന എന്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നുള്ള ഉറപ്പോടെ ആമേൻ ആലയത്തിൽ ചെന്ന് ആരും മനസ്സിലാക്കാത്തപ്പോഴും ആമേൻ നിന്ദകളും പരിഹാസങ്ങളും വർദ്ധിക്കുമ്പോഴും ആമേൻ മടുത്തു പോകാതെ ഇടവിടാതെ പ്രാർത്ഥിച്ച ആ അമ്മയുടെ, ആ ഹന്നയുടെ പ്രാർത്ഥനയ്ക്ക് ഒരു തലമുറയെ എഴുന്നേൽപ്പിക്കുവാൻ, ജനിപ്പിക്കുവാൻ, തിരിക്കുവാൻ കഴിഞ്ഞെങ്കിൽ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നിന്റെ പ്രാർത്ഥനയിലൂടെ ചില തലമുറകൾ എഴുന്നേറ്റ് വരും. ആമേൻ. തിരിയോ. ഒരു തലമുറ ക്രിസ്തുവിനായി എഴുന്നേൽക്കും.
സ്വർഗീയ പിതാവേ, ഈ രാത്രിയിൽ പ്രാർത്ഥന നഷ്ടപ്പെട്ട ഹൃദയങ്ങളെ അങ്ങയുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രഖ്യാപിക്കുന്നു, ഹല്ലേലൂയ, പ്രാർത്ഥനയില്ലായ്മയുടെ ബന്ധനം അഴിഞ്ഞു പോകട്ടെ. നിരാശയുടെ ബന്ധനം അഴിഞ്ഞു പോകട്ടെ. ആത്മീയ മന്ദത മാറിപ്പോകട്ടെ. വചനത്തോടുള്ള വിശപ്പ് വീണ്ടും വരട്ടെ. ദൈവ സന്നിധി, ആമേൻ, ഹല്ലേലൂയ, ഇരിക്കുവാൻ, ദൈവ സന്നിധിയിൽ മുഴങ്കാൽ മടക്കുവാൻ, ഓ ദൈവ സന്നിധിയോടുള്ള ത്യാഗം വീണ്ടും ഉണ്ടാകട്ടെ. ആമേൻ. ഓ ദൈവ സന്നിധിയോടുള്ള ദാഹം വീണ്ടും ഇന്ന് രാത്രി ചില ജീവിതങ്ങളിൽ ഉണ്ടാകട്ടെ, ഉണരട്ടെ. ഓ മുട്ടുകുത്താനുള്ള കൃപ ലഭിക്കട്ടെ. രാത്രിയിലെ പ്രാർത്ഥനകൾ വീണ്ടും ഉയരട്ടെ. ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാനുള്ള കൃപ ഇന്ന് രാത്രി ചില ജീവിതങ്ങളിൽ കൈമാറുക. ഓ ഹന്നയെ പോലെ വേദനയുള്ളപ്പോഴും, പ്രതികൂലങ്ങൾ ഉള്ളപ്പോഴും, പ്രതിസന്ധി ഉള്ളപ്പോഴും, ഓ അടഞ്ഞ ഗർഭപാത്രവുമായി നടക്കുമ്പോഴും, ഓ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഓ ദൈവം എന്റെ നിന്ദയെ നീക്കുമെന്നുള്ള ആ പ്രഖ്യാപനത്തോടെ, ഉറച്ച തീരുമാനത്തോടെ പ്രാർത്ഥിച്ച ഹന്നയെ പോലെ പ്രാർത്ഥിക്കുന്നവർ ഉണരട്ടെ, എഴുന്നേൽക്കട്ടെ. കുടുംബങ്ങളിൽ പ്രാർത്ഥനയുടെ ശബ്ദം വീണ്ടും കേൾക്കട്ടെ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രാർത്ഥനയുടെ തീയെ കൊളുത്തണമേ. പ്രാർത്ഥിക്കുവാൻ വാക്കുകളില്ലാത്തവർക്ക് വാക്കുകൾ കൊടുക്കണമേ. കരയാൻ പോലും കഴിയാത്തവർക്ക് കണ്ണുനീർ പകരണമേ. ഹല്ലേലൂയ. തളർന്നവർക്ക് പുതിയ ശക്തി പകരണമേ. വീണു പോയവരെ ഉയർത്തണമേ. ദൈവത്തിൽ നിന്ന് അകന്നു പോയവരെ വീണ്ടും ദൈവ സന്നിധിയിലേക്ക് പിതാവേ കൊണ്ടുവരണമേ. കർത്താവേ, ഞങ്ങളുടെ വീടുകളെ അനുഗ്രഹിക്കണം. ഭാര്യ ഭർത്താവും ഭാര്യയും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന വീടുകളാകട്ടെ. ഇന്ന് രാത്രി കുടുംബങ്ങളെ തമ്മിൽ അകറ്റി നിർത്തിയിരിക്കുന്ന, വിഘടിപ്പിച്ച് നിർത്തിയിരിക്കുന്ന, കുടുംബത്തിനകത്ത് ഐക്യതയില്ലാതെ കണ്ട്, കുടുംബത്തിനകത്ത് ദൈവഹിതത്തിന് വിപരീതമായി നിലയുറപ്പിച്ചിരിക്കുന്ന എല്ലാ ആധിപത്യങ്ങളെയും, എല്ലാ ഇരുളിന്റെ വ്യാപാരങ്ങളെയും സ്വർഗത്തിന് ഭൂമിക്കും അധികാരം പ്രാപിച്ച് നസ്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഹല്ലേലൂയ ഐക്യതയ്ക്ക് വിപരീതമായി മുഴങ്ങാൽ മടക്കി ഐക്യതയോടെ പ്രാർത്ഥിക്കുന്നതിന് എതിരായി വാഴുന്ന എല്ലാ ഇരുളിന്റെ ആധിപത്യങ്ങളെയും ഇന്ന് രാത്രി സ്വർഗത്തിലും ഭൂമിക്കും അധികാരം നൽകിയ നസ്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് അതിന്മേൽ ജയമടയുക. ഭാര്യയും ഭർത്താവും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന വീടുകളാകട്ടെ. മാതാപിതാക്കളും മക്കളും ഒരുമിച്ച് വചനം വായിക്കുന്ന വീടുകളാകട്ടെ. ഓ ഹല്ലേലൂയ. മക്കൾ ലോകത്തേക്കാൾ യേശുവിനെ സ്നേഹിക്കട്ടെ. വീടുകളിൽ വഴക്കിന്റെ ശബ്ദത്തിന് പകരം പ്രാർത്ഥനയുടെ ശബ്ദമുയരട്ടെ. കണ്ണുനീരുള്ള വീടുകളിൽ സാക്ഷ്യമുയരട്ടെ. ഓരോ വീടും ഒരു ചെറിയ പ്രാർത്ഥന ആലയമായി മാറട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് ഒരു തലമുറയെ വിളിക്കാം. ഒരു തലമുറ എഴുന്നേൽക്കാനായി നമുക്കൊരുമിച്ച് നിലവിളിക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം.
മുട്ടുകുത്തുന്ന തലമുറ, വചനത്തിൽ നിലനിൽക്കുന്ന തലമുറ, പരിശുദ്ധിയിൽ നടക്കുന്ന തലമുറ, യേശുവിനെ സ്നേഹിക്കുന്ന തലമുറ, ലോകത്തെ അനുകരിക്കാതെ ക്രിസ്തുവിനെ പ്രതിഫലിപ്പിക്കുന്ന തലമുറ. നിങ്ങളുടെ ജീവിതം വെറുതെ കടന്നു പോകരുത്. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ നിങ്ങളുടെ മക്കളുടെ ഭാവിയെ തൊടട്ടെ. ഇന്ന് രാത്രി ചില മാതാപിതാക്കളോട് ആത്മാവിൽ ഞാൻ പ്രവചിക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനകൾ നിങ്ങളുടെ മക്കളുടെ ഭാവിയെ തൊടട്ടെ. അവരുടെ ജീവിതത്തെ തിരിക്കട്ടെ. നിങ്ങളുടെ വിശ്വാസം അടുത്ത തലമുറയ്ക്ക് കൈമാറപ്പെടട്ടെ. നമുക്ക് ഒരുമിച്ച് മുട്ടുകുത്താൻ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. നമുക്ക് ഒരുമിച്ച് മുട്ടുകുത്താൻ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. എല്ലാ കണ്ണുകളും അടച്ചാണ്. എല്ലാ ഭാരങ്ങളും ദൈവസന്നിധിയിൽ ഇറക്കി വെച്ചാണ്. അപ്പാ പിതാവേ എന്ന് വിളിച്ചാണ്. സ്നേഹവാനും പരിശുദ്ധനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അവിടുത്തെ പുത്രനും രക്ഷകനും ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവേ, ഇന്ന് രാത്രി ഞങ്ങളെ കേൾപ്പിച്ച തിരുവെഴുത്തുകൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്ന് ഞങ്ങൾ ഗ്രഹിക്കുവാനിടയായി ഒരു പ്രാർത്ഥന മതപരമായ പ്രവൃത്തി മാത്രമല്ല, അതൊരു ശീലം മാത്രമല്ല, പ്രാർത്ഥനയാണ് ഞങ്ങളുടെ ആത്മാവിന്റെ ശ്വാസം. അതുകൊണ്ട് ഞങ്ങളെ വീണ്ടും പ്രാർത്ഥിക്കുന്നവരാക്കി മാറ്റണമേ. രാവിലെ നിന്നെ തേടുന്ന ഹൃദയം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തരണമേ. രാത്രിയിൽ നിന്നെ തേടുന്ന ഹൃദയം ഞങ്ങൾക്ക് തരണമേ. പ്രശ്നങ്ങളിൽ മാത്രമല്ല, അനുഗ്രഹങ്ങളിലും നിന്നെ തേടാൻ പഠിപ്പിക്കണമേ. കണ്ണുനീരിൽ മാത്രമല്ല പിതാവേ, സന്തോഷത്തിനും അങ്ങയെ സ്തുതിക്കുവാൻ, അങ്ങയെ ആരാധിക്കുവാൻ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ വീടുകളിൽ പ്രാർത്ഥന ഉയരട്ടെ പിതാവേ. ഞങ്ങളുടെ മക്കളിൽ വിശ്വാസം വളരട്ടെ. ഞങ്ങളുടെ യുവാക്കളിൽ, യുവതികളിൽ വിശുദ്ധിയുടെ തീ ജ്വലിക്കട്ടെ. സഭയിൽ പ്രാർത്ഥനയുടെ ശക്തി വീണ്ടും പ്രകടമാകട്ടെ. ഒരു തലമുറ ദൈവസന്നിധിയിൽ മുഴങ്ങാൻ മടക്കുവാൻ ആമേൻ ഇടയാകട്ടെ. ഒരു തലമുറ ക്രിസ്തുവിങ്കലേക്ക് മടങ്ങി വരട്ടെ. ഒരു തലമുറ പരിശുദ്ധാത്മാവിനാൽ നിറയട്ടെ. ഒരു തലമുറ യേശുവിനായി എഴുന്നേൽക്കട്ടെ. കർത്താവേ, ഞങ്ങളുടെ ജീവിതം അവസാനിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു എന്ന് മാത്രം പറയാനല്ല, എന്റെ പ്രാർത്ഥനയിലൂടെ ഒരു തലമുറ യേശുവിനെ അറിഞ്ഞു എന്ന് പറയാൻ കഴിയുന്ന ജീവിതം തരണമേ. ഇന്ന് രാത്രി ഈ കൂട്ടായ്മയിൽ പങ്കാളികളായ എല്ലാ കുടുംബങ്ങളെയും, എല്ലാ ജീവിതങ്ങളെയും, എല്ലാ തലമുറകളെയും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. മടുത്തു പോകാതെ രഹസ്യത്തിൽ കാണുന്ന പിതാവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ജീവിതങ്ങളെ വേദികളിലേക്ക് അമ്മെ നയിക്കുന്ന ഒരാത്മാവിന്റെ തലം ഇന്ന് രാത്രി ജീവിതങ്ങളിൽ ഓപ്പണാകട്ടെ. The name of Jesus, യേശുവിന്റെ നാമത്തിൽ
ഈ ദിവസങ്ങളിൽ അത് സംഭവിക്കട്ടെ. സാക്ഷികളായി എഴുന്നേൽക്കട്ടെ. ശുശ്രൂഷകളിൽ അത് പ്രതിഫലിക്കട്ടെ. അവിടുത്തെ പുത്രനായ യേശുവിന്റെ നാമത്തിൽ താഴ്മ യാചിക്കുന്നു. കൃപയോടെ കേൾക്കണം. അൻപുള്ള പിതാവേ. അമ്മേൻ, അമ്മേൻ, അമ്മേൻ. കരമുയർത്തി നന്ദിയോടെ കർത്താവിനെ സ്തുതിച്ചാട്ട്. സ്നേഹദൈവം പ്രയർ ഫാമിലിയിലെ സ്നേഹമുള്ള ദൈവമക്കളെ, ഇന്നത്തെ സന്ദേശം എന്ന് ഞാൻ പറയുന്നത് പോലെ ഒരു വാക്കിൽ ഓർക്കുക, പ്രാർത്ഥന ജീവിതത്തിന്റെ ശ്വാസമാകട്ടെ. പ്രശ്നം വന്നാൽ മാത്രം പ്രാർത്ഥിക്കരുത്, പ്രാർത്ഥിക്കുന്ന മനുഷ്യനായിരിക്കുക. നിങ്ങളുടെ വീട്ടിൽ ഒരു പ്രാർത്ഥന സമയമുണ്ടാകട്ടെ. നിങ്ങളുടെ മക്കളോടൊപ്പം മുട്ടുകുത്തുക, അവർക്കായി പ്രാർത്ഥിക്കുക, അവരോടൊപ്പം പ്രാർത്ഥിക്കുക. കാരണം നമ്മൾ ഇന്ന് മുട്ടുകുത്തുമ്പോൾ നാളെ ഒരു തലമുറ എഴുന്നേൽക്കും. ഹല്ലേലൂയ, ആമേൻ. ഇത് ദൂതായി സ്വീകരിക്കുന്നവർ കരമുയർത്തി കർത്താവിനെ നന്ദിയോടെ സ്തോത്രം ചെയ്താൽ അടുത്ത ബ്ലെസ്സിംഗ് ടുഡേ നൈറ്റിൽ വീണ്ടും കാണാം. എല്ലാവർക്കും ശുഭകരമായ ഒരു രാത്രിയുടെ സ്നേഹപൂർവം ആശംസിച്ചുകൊണ്ട് യേശു നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കൂ, വിശ്വസിക്കൂ, വചനത്തിൽ നിൽക്കൂ, ഒരു തലമുറയിലെ യേശുവിലേക്ക് നയിക്കൂ. ആമേൻ, ഹല്ലേലൂയ. മാറാനാഥ എബെനേസറായ ദൈവം കൂടെ ഇരിക്കട്ടെ. ഈ കൂട്ടായ്മ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായി തീർന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയം ഞങ്ങളുമായി ഷെയർ ചെയ്ത് പ്രാർത്ഥിപ്പാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന മൊബൈൽ നമ്പർ റിക്വസ്റ്റ് ചെയ്യുക. നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയം ആമേൻ ഞങ്ങളുമായി ആമേൻ നേരിട്ട് അറിയിപ്പാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആ നമ്പറിൽ വിളിക്കുക. ആമേൻ, നമുക്ക് ഒരുമിച്ച് പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ ഭാഗമാക്കാകാം. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ ഈ ഗാനം ശ്രവിച്ചാലും. ഹല്ലേലൂയ. യേശുവേ, നിൻ സന്നിധിയിൽ എൻ ഹൃദയം തുറക്കുന്നു. വാക്കുകളില്ലാത്ത നേരത്തും എൻ കണ്ണുനി സംസാരിക്കും. പകലിലും ഞാൻ വിളിക്കും, രാത്രിയിലും ഞാൻ തേടും. എൻ ശ്വാസം നിലനിൽക്കുന്നോളം നിൻ നാമം ഞാൻ വിളിക്കും. വഴി കാണാത്ത നേരത്തിലും മുട്ടുകുത്തി ഞാൻ നിൽക്കും. വാതിലടഞ്ഞാലും യേശുവേ നിൻ വാതിൽ ഞാൻ തേടും. എൻ വീടിനെ പ്രാർത്ഥനാലയമാക്കണമേ. എൻ കുടുംബം നിന്നെ തേടട്ടെ. എൻ മക്കൾ നിൻ വചനത്തിൽ മുട്ടുകുത്തി വളരട്ടെ. എൻ കണ്ണുനി പ്രാർത്ഥനയാകട്ടെ. എൻ വേദന സ്തുതിയാകട്ടെ. എൻ ജീവിതത്തിലെ ഓരോ നിമിഷവും നിൻ സന്നിധിയിൽ സമർപ്പിക്കട്ടെ. ഒരു തലമുറ മുട്ടുകുത്തട്ടെ. ഒരു തലമുറ യേശുവിനെ തേടട്ടെ. പ്രാർത്ഥനയുടെ തീയിൽ ജ്വലിച്ച് ലോകത്തിനൊരു വെളിച്ചമാകട്ടെ. പ്രാർത്ഥനയാണെൻ ശ്വാസം, യേശുവാണെൻ ജീവൻ. പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നടക്കും, നിൻ സന്നിധിയിൽ ഞാൻ ജീവിക്കും.
പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നടക്കും, നിൻ സന്നിധിയിൽ ഞാൻ ജീവിക്കുന്നു.